ചൂരൽമല ദുരന്തത്തിൽ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുത വരനായിരുന്ന ജെൻസന്റെ മൃതദേഹം രാവിലെ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തും. ഇതിനുശേഷം അമ്പലവയൽ ആണ്ടൂരിലാണ് പൊതുദർശനം. സംസ്കാരം ആണ്ടൂർ നിത്യസഹായമാത പള്ളി സെമിത്തേരിയിൽ നടക്കും. എം കമൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, സത്യം പറഞ്ഞാൽ രാവിലെ എന്താണ് കമലിനോട് ചോദിക്കുക എന്ന് പോലും അറിയാത്തത്ര ദുഃഖത്തിലാണെന്ന് വേണം പറയാൻ. കേരളത്തിന്റെ മകളാണ് ശ്രുതി. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോവുക തുടങ്ങിയ കാര്യങ്ങളിൽ ഇന്നലെ മുതൽ ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറം ഇന്ന് എപ്പോഴാണ് പൊതുദർശനം ഉണ്ടാവുക, എത്ര മണിക്കാണ്, തുടർ നടപടികളൊക്കെ എങ്ങനെയായിരിക്കും കമൽ? മോത്തി, വളരെ സങ്കടകരമായ സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോഴും ഈ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഈ ജെൻസന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്ന് 8 മണിയോടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജെൻസന്റെ നാടായ ആണ്ടൂരിൽ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും എന്നും അറിയിച്ചിരിക്കുന്നു. മിനിഞ്ഞാന്ന് വൈകിട്ടാണ് ദേശീയപാതയിൽ കൽപ്പറ്റയ്ക്കടുത്ത് വെള്ളാരംകുന്നിൽ വെച്ച ഈ ദാരുണമായ അപകടം ഉണ്ടാകുന്നത്. ജെൻസൺ ഡ്രൈവ് ചെയ്തിരുന്ന ഓമ്നി വാൻ സ്വകാര്യ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ശ്രുതിയും ജെൻസനോടൊപ്പം വാഹനത്തിലുണ്ടായിരുന്നു. ജെൻസന്റെ മറ്റു ബന്ധുക്കളും പിൻസീറ്റിലൊക്കെയായി ഉണ്ടായിരുന്നു. അതിലേറ്റവും ഗുരുതരമായി പരിക്കേറ്റത് ജെൻസനാണ്. ശ്രുതിക്ക് കാലിന് പരിക്കേറ്റ് ഇന്നലെ ശസ്ത്രക്രിയയൊക്കെ ചെയ്തെങ്കിലും അത്ര ഗുരുതരമായ സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ജെൻസന് ആ ഇടിയുടെ ആഘാതത്തിൽ തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ആന്തരിക രക്തസ്രാവമുണ്ടായി തലയിൽ. അതുകൊണ്ട് തന്നെ ഈ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് ഇവിടെ എത്തിച്ചെങ്കിലും ഡോക്ടർമാർക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് അവർ പറയുന്നത്. രക്തസമ്മർദ്ദം വളരെ വേഗത്തിൽ വ്യതിയാനം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ ഇന്റേണൽ ബ്ലീഡിംഗ് ഒന്നും നിയന്ത്രിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടായില്ല. അങ്ങനെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ഇന്നലെ രാത്രി വരെ ആശുപത്രിയിൽ ജെൻസൺ ജീവനോടെ ഉണ്ടായിരുന്നു. 8:57 മൃതദേഹം സംസ്കരിക്കുന്നത്. മരണം സ്ഥിരീകരിക്കുന്നത് 8:57 മരണം സ്ഥിരീകരിച്ചു. അതിനുശേഷം ശ്രുതി ആശുപത്രിയിലെത്തി കണ്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് മരണവിവരം അവരെ അറിയിച്ചിട്ടുണ്ടോ, അത് ഇനിയും അറിയിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ആശുപത്രിയിലെത്തി കാണിച്ചു എന്ന് പറയുന്നു. കൽപ്പറ്റ ലിയോ ആശുപത്രിയിലാണ് ശ്രുതി ചികിത്സയിലുള്ളത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം. എന്തായാലും ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 9 ബന്ധുക്കളെയാണ് ശ്രുതിക്ക് നഷ്ടമായത്. മാതാപിതാക്കളും സഹോദരിയും ഉൾപ്പെടെ 9 ബന്ധുക്കളെ നഷ്ടമായി തനിച്ചായി പോയ ശ്രുതിയെ അവിടെ നിന്ന് കൈപിടിച്ച ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരുന്നു ജെൻസൺ. ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് മുൻപാണ് ശ്രുതിയുടെയും ജെൻസന്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത്. അതുപോലെ തന്നെ ശ്രുതിയുടെ പുതിയ വീടിന്റെ പാലുകാച്ചലും ഈ വിവാഹ നിശ്ചയവും ഒക്കെ അതിന് മുൻപാണ് കഴിഞ്ഞത്. ഈ ദുരന്തത്തിൽ എല്ലാവരെയും വരാൻ തുടങ്ങുകയായിരുന്നു എന്ന് വേണം പറയാൻ. ആ തുടക്കം അപ്പാടെ തല്ലിക്കൊഴിച്ചതുപോലെ ആയിപ്പോയി. ഇനി ആര് എന്ന ചോദ്യത്തിനൊരു ഉത്തരമേ ഇല്ലാതായി പോകുന്നല്ലോ കമൽ. അതുതന്നെയാണ് മോത്തി. ഈ എങ്ങനെയൊക്കെയോ തിരിച്ചു വരികയായിരുന്നു. ഒരു മാസം ഈ ദുരന്ത മുഖത്ത് നിന്ന് 1 മാസം കൊണ്ട് പതിയെ ജീവിതത്തിലേക്ക് ശ്രുതിയെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരുന്നു ജെൻസൺ. അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ഈ അപകടത്തിൻ്റെ രൂപത്തിൽ ഈ ദുരന്തം വീണ്ടും ശ്രുതിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. കോഴിക്കോട് മിംസ് ആശുപത്രിയിലെ ജീവനക്കാരിയായിരുന്നു ശ്രുതി. ഈ ദുരന്തമുണ്ടാകുന്നതിൻ്റെ തലേന്ന് വീട്ടിൽ നിന്ന് പോയിട്ടേ ഉള്ളൂ. അതായത് ദുരന്തം രാത്രി സംഭവിക്കുന്ന അന്ന് രാവിലെ കോഴിക്കോട്ടേക്ക് പോയിട്ടേ ഉള്ളൂ. അന്ന് രാത്രിയാണ് ഈ ബന്ധുക്കളെ മുഴുവൻ ഈ ദുരന്തം ഉരുൾപൊട്ടലിൻ്റെ രൂപത്തിൽ അവരെ മുഴുവൻ കൊണ്ടുപോയത്. കഴിഞ്ഞ ടേമിൽ പഞ്ചായത്ത് മെമ്പറായിരുന്നു ശ്രുതിയുടെ അമ്മ സബിത. നാട്ടിൽ ഏറെ പ്രിയങ്കരിയായ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു പൊതുപ്രവർത്തകയായിരുന്നു. അവരെയും കുടുംബത്തെയുമാണ് ഈ ദുരന്തം ഉരുൾപൊട്ടലിൽ നഷ്ടമായത്. അങ്ങനെ തകർന്ന് നിന്ന ശ്രുതിയെ ജെൻസൺ കൈപിടിച്ച് കൊണ്ടുവരികയായിരുന്നു ജീവിതത്തിലേക്ക്. ഇനി മുന്നോട്ട് എങ്ങനെയെന്ന് ആലോചിക്കുമ്പോൾ അത് ഒന്നും പറയാനാകുന്നില്ല മോത്തി. എന്താണ് മുന്നോട്ട് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആകുന്നില്ല. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇവരെ അറിയുന്നവർ, നേരിട്ടറിയുന്നവരല്ല, വാർത്തകളിലൂടെയൊക്കെ അറിയുന്നവർ മുഴുവൻ എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കും, ജെൻസൺ തിരിച്ചു വരും എന്ന പ്രതീക്ഷയിലായിരുന്നു. അങ്ങനെ ഒരു പ്രാർത്ഥനയിലായിരുന്നു ആശുപത്രി അധികൃതർ ഇന്നലെ ഉറച്ചു വിശ്വസിക്കുകയായിരുന്നു. ഞാനും വേക്കപ്പ് കേരളയിലടക്കം ഞാൻ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയായിരുന്നു. നമുക്ക് ആഗ്രഹിക്കാം, അതിശക്തമായി തന്നെ ആഗ്രഹിക്കാം, ജെൻസൺ ജീവിതത്തിലേക്ക് പൂർവാധികം ആരോഗ്യത്തോടുകൂടി തിരികെ എത്തും, ശ്രുതിക്ക് കൂട്ടാവുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം എന്നൊക്കെ പറയുകയായിരുന്നു. ആ ആഗ്രഹം വിഫലമായി പോയി എന്ന് മാത്രമല്ല, ഒറ്റയ്ക്കായി പോയ ശ്രുതിയെ ഓർക്കുമ്പോൾ നെഞ്ചു വിങ്ങുന്ന അവസ്ഥയിലാണ് മലയാളികൾ.
അതെ മോത്തി, എല്ലാവരും ആഗ്രഹിച്ചിരുന്നു ഇന്നലെ. കാരണം പൊതുപ്രവർത്തകരും എല്ലാം ഇവിടുത്തെ അപ്ഡേഷൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് എന്താണ് സംഭവിക്കുന്നത്. ഇന്നലെ വൈകുന്നേരമൊക്കെ നമുക്ക് ലഭിക്കുന്ന വിവരം അതേ നില തുടരുന്നു. ഡോക്ടർമാർക്ക് പ്രത്യേകിച്ച് ഒരു ഇടപെടലും നടത്താനാകുന്നില്ല. കാരണം ഒട്ടും സ്റ്റേബിൾ അല്ല, പാരാമീറ്റേഴ്സ് ഒന്നും സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് ഡോക്ടേഴ്സിന് ഇടപെടാനാകുന്നില്ല എന്നുള്ള വിവരമാണ് ആശുപത്രി അധികൃതർ നൽകിയത്. പ്രത്യേകിച്ച് ഈ തലയ്ക്കേറ്റ പരിക്കാണ് ഏറ്റവും ഗുരുതരമായത്. തലച്ചോറിന് അകത്തും പുറത്തുമൊക്കെ രക്തസ്രാവം ഉണ്ടായി എന്നൊക്കെ തന്നെയാണ് ഇന്നലെ രാവിലെ തന്നെ ഡോക്ടർമാർ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ജീവൻ രക്ഷാ ഉപാധികളുടെ സഹായത്തോടെ ജീവൻ നിലനിർത്തുകയാണ് എന്ന് ആശുപത്രി അധികൃതർ രാവിലെ തന്നെ അറിയിച്ചിരുന്നു. അപ്പോഴും മോത്തി പറഞ്ഞതുപോലെ ഒരു മിറാക്കിളിനായി എല്ലാവരും കാത്തിരുന്നു. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കാരണം ആർക്കും ഇത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. ഈ വീണ്ടും ശ്രുതി ഒറ്റയ്ക്കാവുക, ജെൻസൺ കൂടി ശ്രുതിയെ തനിച്ചാക്കി പോവുക എന്നത് ആർക്കും ചിന്തിക്കാവുന്ന ഒരു കാര്യമായിരുന്നില്ല. അത്രയും വലിയ പ്രാർത്ഥനയോടെ കേരളം കാത്തിരുന്നതാണ്. പക്ഷേ ഒന്നും ഉണ്ടായില്ല. രാത്രി 8:57 ആശുപത്രി അധികൃതർ ജെൻസന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു.